നമസ്കാരം. ശബരിമലയിലെ പവിത്രമായ ശ്രീകോവിലിന്റെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതിയും കേരളീയ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ അപ്രതീക്ഷിതമെന്ന് കരുതിയ പല പ്രമുഖ വ്യക്തികളും ഇപ്പോൾ നിയമ നടപടികൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന KP ശങ്കരദാസിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ നിശ്ചയദാർഢ്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ അന്വേഷണം ഇപ്പോൾ പ്രശസ്ത നടൻ ജയറാമിലേക്ക് നീങ്ങുന്നത് കേസിനെ കൂടുതൽ സങ്കീർണമായ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം നൽകിയ വിശദീകരണങ്ങളിൽ നിലനിൽക്കുന്ന വൈരുദ്ധ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. SIT കണ്ടെത്തിയ വിവരങ്ങൾ പ്രകാരം സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട 2 വ്യത്യസ്ത പൂജകളിലാണ് നടൻ ജയറാം പങ്കെടുത്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ വെച്ച് നടന്ന കട്ടളപ്പാളി പൂജയായിരുന്നു. മാസങ്ങൾക്ക് ശേഷം ജയറാമിൻ്റെ സ്വകാര്യ വസതിയിൽ വെച്ച് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ പൂജിക്കുന്ന മറ്റൊരു ചടങ്ങും നടന്നു. ഈ 2 ചടങ്ങുകളും വ്യത്യസ്ത മാസങ്ങളിലായാണ് നടന്നതെന്ന് അന്വേഷണ സംഘം ശാസ്ത്രീയമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകിയപ്പോൾ ഈ 2 പൂജകളും ഒരേ ദിവസം തൻ്റെ വീട്ടിൽ വെച്ചാണ് നടന്നതെന്നാണ് ജയറാം അവകാശപ്പെട്ടത്. വസ്തുതകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ പ്രസ്താവന അന്വേഷണ സംഘത്തെ സംശയത്തിലാക്കിയിരിക്കുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ താൻ പോയിട്ടില്ലെന്ന് വരുത്തി തീർക്കാനാണ് നടൻ ഇത്തരമൊരു മൊഴി നൽകിയതെന്ന് അന്വേഷണ സംഘം ഇപ്പോൾ നിഗമനത്തിലെത്തുന്നു. ഔദ്യോഗിക രേഖകൾ പ്രകാരം 2019 മാർച്ച് മാസത്തിൽ പുതിയ വാതിലും, ജൂൺ മാസത്തിൽ കട്ടളപ്പാളിയും, സെപ്റ്റംബർ മാസത്തിൽ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളുമാണ് സമർപ്പിച്ചത്. ഈ വ്യത്യസ്ത കാലയളവുകളിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഒരേ ദിവസം നടന്നുവെന്ന് മൊഴി നൽകിയത് ബോധപൂർവമായിട്ടുള്ള മറച്ചുവെക്കലാണോ എന്ന് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണവാതിൽ, കട്ടളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിലും വിതരണത്തിലും വലിയ തോതിലുള്ള സ്വർണ്ണക്കൊള്ള നടന്നുവെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ജയറാമിൻ്റെ വീട്ടിൽ വെച്ച് നടന്ന പൂജകളുടെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ടുമുൻപ് ഈ പവിത്രമായ വസ്തുക്കൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ എത്തിച്ചത് എന്തിനാണെന്ന ചോദ്യം ഗൗരവമായി അവശേഷിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇതിൽ പങ്കെടുത്തതെന്ന് ജയറാം പിന്നീട് തിരുത്തി പറഞ്ഞെങ്കിലും മൊഴികളിലെ വൈരുദ്ധ്യം ഇല്ലാതാകുന്നില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട ഇത്തരം അതീവ രഹസ്യ സ്വഭാവമുള്ള വസ്തുക്കൾ സ്വന്തം വീട്ടിലെത്തിച്ച് പൂജ നടത്തിയത് ഭക്തിയുടെ ഭാഗമാണെന്ന ജയറാമിൻ്റെ വാദത്തെ നിയമപരമായിട്ടുള്ള ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പരിശോധിക്കാനാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ശ്രമിക്കുന്നത്. മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും നടൻ ജയറാമും നൽകിയ മൊഴികൾ അത് തമ്മിൽ പ്രകടമായ അന്തരമുണ്ട്. താൻ ശബരിമലയിലെ പാളികൾ ജയറാമിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ലെന്നായിരുന്നു പോറ്റി ആദ്യം നൽകിയ മൊഴി. എന്നാൽ ജയറാം തന്നെ പലതവണ ഫോണിൽ വിളിച്ച് പാളികൾ വീട്ടിലേക്ക് എത്തിക്കാൻ ആവശ്യപ്പെട്ടതായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നീടുള്ള വെളിപ്പെടുത്തൽ. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് തന്നെ ബന്ധപ്പെട്ടതെന്നാണ് ജയറാം അവകാശപ്പെടുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് നടന്ന പൂജയ്ക്ക് ശേഷം അവിടുത്തെ വസ്തുക്കൾ തൻ്റെ വീട്ടിലേക്ക് എത്തിക്കാൻ ജയറാം നിർബന്ധിച്ചുവെന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരുന്നത് നടന്ന വലിയ രീതിയിലുള്ള നിയമക്കുരുക്കായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. 2019 ജൂൺ മാസത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഫാക്ടറിയിൽ വെച്ച് പൂജ നടക്കുമ്പോൾ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് മാറ്റിയിരുന്നില്ല എന്ന വസ്തുത ജയറാമിൻ്റെ മൊഴികളിലെ പിശകുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ തൻ്റെ വീട്ടിൽ വെച്ച് കട്ടളപ്പാളിയും ദ്വാരപാലക പാളികളും പൂജിച്ചു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഈ പൊരുത്തക്കേടുകൾ പരിഗണിക്കുമ്പോൾ പ്രതികൾക്ക് സുരക്ഷിതമായ ഒളിത്താവളം ഒരുക്കാനോ അല്ലെങ്കിൽ ഈ വസ്തുക്കൾ ദുരുപയോഗം ചെയ്യാനോ ജയറാമിൻ്റെ വസതി ഉപയോഗിക്കപ്പെട്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യഘട്ടത്തിൽ നൽകിയ കള്ളമൊഴികൾ അത് ജയറാമിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നോ എന്നും സംഘം പരിശോധിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന വിവരം അത് ജയറാമിൻ്റെ വീട്ടിൽ വെച്ചാണ് സ്വർണ്ണപ്പാളികൾ ഈ പലകയിൽ അടിച്ചതെന്നാണ്. പാളികൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനാണ് ഇത്തരത്തിൽ ചെയ്തതെന്ന് വാദമുണ്ടെങ്കിലും തൻ്റെ വീട്ടിൽ വെച്ച് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്നാണ് ജയറാം നൽകുന്ന മൊഴി. ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങ് തൻ്റെ വീട്ടിൽ വെച്ച് നടന്നിട്ടും അത് ഓർമ്മയില്ലെന്ന് പറയുന്നത് വിശ്വസനീയമല്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. 50 വർഷമായി ശബരിമല ഭക്തനായ തനിക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത്ര വലിയൊരു വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ജയറാമിന് സ്മാർട്ട് ക്രിയേഷൻസുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. തൻ്റെ കുടുംബാംഗങ്ങളെയും സിനിമാ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളെയൊക്കെ അടക്കമുള്ളവരെയൊക്കെ ഈ പൂജയ്ക്ക് വിളിച്ചു വരുത്തിയത് അതുവഴി ഈ പവിത്ര വസ്തുക്കളെ പ്രദർശന വസ്തുവാക്കി മാറ്റുകയാണ് അദ്ദേഹം ചെയ്തതെന്നും SIT വിലയിരുത്തുന്നു. അയ്യപ്പൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതുകൊണ്ടാണ് ജയറാമിൻ്റെ വീട്ടിൽ പൂജ നടത്തിയതെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദവും യുക്തിക്ക് നിരക്കാത്തതാണ്. വർഷങ്ങൾക്കിപ്പുറം ഇതൊരു ക്രിമിനൽ കേസായിട്ട് മാറുമെന്ന് കരുതിയില്ലെന്ന ജയറാമിൻ്റെ പ്രതികരണം ഒരു പ്രതിരോധ തന്ത്രമായി മാത്രമേ നിയമം കാണുകയുള്ളൂ. ശബരിമലയിലെ സ്വർണ്ണവാതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടി ഇപ്പോൾ രംഗത്ത് വരാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരികയാണ്. ഓരോ മണിക്കൂറിലും പുറത്തു വരുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ ഈ കേസിനെ കൂടുതൽ പ്രവചനാതീതമാക്കുന്നുണ്ട്. കാരണം സന്നിധാനത്തിരിക്കേണ്ട പവിത്രമായ വസ്തുവകകൾ, സ്വർണ്ണപ്പാളികൾ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ എത്തിച്ചതും അവിടെ വെച്ച് പൊതുപ്രദർശനത്തിന് വെച്ചതുമൊക്കെ തന്നെ നിയമപരമായിട്ട് വലിയ കുറ്റകരമാണ്. ഈ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നതും ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്.
നിലവിലെ സാഹചര്യത്തിൽ നടൻ ജയറാമിൻ്റെ അറസ്റ്റ് ഒഴിവാക്കാനാകാത്ത ഒന്നാണോ എന്ന ആലോചനയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. മൊഴികളിലെ കടുത്ത വൈരുദ്ധ്യങ്ങളും തെളിവുകൾ മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളൊക്കെ തന്നെ ജനിപ്പിക്കുന്നുണ്ട്. ശബരിമല അയ്യപ്പ ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഈ സാമ്പത്തിക തട്ടിപ്പിൽ കൂടുതൽ സ്രാവുകൾ വലയിലാകുമെന്നും അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നുമാണ് സൂചന. അയ്യപ്പ ഭക്തരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ജയറാമിനും ഈ ഇടപാടിൽ പങ്കാളികളായിട്ടുള്ള മറ്റുള്ളവർക്കും ബാധ്യതയുണ്ട്.